ബംഗ്ലാദേശിൽ മൗദൂദികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം ഭരണം ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് താരിഖ് റഹ്മാൻ വന്നത്. BNP നേതാവ് താരിഖ് റഹ്മാൻ വിദേശത്തെ വാസം ഒഴിവാക്കി ബംഗ്ലാദേശിലേക്ക് വന്നത്. ബീഗം ഖാലിദാസിയ മരണക്കിടക്കയിലായിരുന്നു. ആ സമയത്ത് തന്നെ താരിഖ് റഹ്മാൻ വന്നു. അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഭരണം ജമാഅത്ത് ഇസ്ലാമി പിടിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ഇത് ശരിക്കും ജമാഅത്ത് ഇസ്ലാമി നടത്തിയ കുത്തിത്തിരിപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് എത്തിയത്. അത് പണ്ടും അവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. ഇപ്പം ഇവിടെ മലയാളത്തിലെ മീഡിയ വണ്ണൊക്കെ പറയുന്നത് അത് വലിയ നേട്ടമാണ്, 2-ൽ നിന്ന് 77-ലേക്ക് എത്തി എന്നൊക്കെ പറയും. അതായത് 300 അംഗ പാർലമെന്റിൽ 77 സീറ്റുകളാണ് ഈ മുന്നണിക്ക്, ജമാഅത്ത് ഇസ്ലാമി മുന്നണിക്ക് ലഭിച്ചത്. ജമാഅത്ത് ഇസ്ലാമി 68 സീറ്റുകളാണെന്ന് തോന്നുന്നു. അത് ഒരിക്കലും ഒരു മികച്ച പ്രകടനമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ചരിത്രത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും മികച്ച പ്രകടനം എന്നുള്ളതല്ല. കാരണം നിലവിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. കാരണം ഈ ഒരു കുത്തിത്തിരിപ്പുകളെല്ലാം, അതായത് ഷെയ്ഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത്, പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പുറത്താക്കിയത്, ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു. ഇവരെപ്പോഴും ഈ കുറുക്കന്മാരെ പോലെയുള്ള ഒരു സംഘടനയാണ്. കൃത്യമായിട്ട് തന്നെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നീക്കാൻ വളരെ കപ്പാസിറ്റി ഉള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ഈ ജൻസി പ്രക്ഷോഭം, അതിനൊക്കെ ഏറ്റവും കൂടുതൽ പങ്കുചേർന്ന അല്ലെങ്കിൽ പിന്തുണ നൽകിയ ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അതിനുശേഷം വന്ന മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല ഭരണകൂടം, ആ ഭരണകൂടത്തിലെ പ്രധാന സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ നടക്കുന്ന ഹിന്ദു വംശഹത്യ, ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണങ്ങൾ, ഇത്തരം സംഘടിതമായിട്ടുള്ള രീതിയിലുള്ള ഇസ്ലാമിക വൽക്കരണം, അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചത് മാൻഡേറ്റ് നിലവിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമാവുന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായത്. അവിടെയാണ് താരിഖ് റഹ്മാൻ വന്നതോടുകൂടി കാര്യങ്ങളാകെ മാറി മറിഞ്ഞത്. ജനങ്ങളെ സംബന്ധിച്ച് ബംഗ്ലാദേശിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം ആളുകൾ മതേതര സ്വഭാവമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ബംഗാളി ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. കാരണം അതുകൊണ്ടാണല്ലോ അവർ പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് പുതിയൊരു രാഷ്ട്രം ഉണ്ടാക്കിയത്. 1971 ബംഗ്ലാ വിമോചന യുദ്ധമൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവാമി ലീഗിൻ്റെ സപ്പോർട്ടേഴ്സ് ആണെങ്കിലും BNPയുടെ കുറേ സപ്പോർട്ടേഴ്സ് ആണെങ്കിലും അവർ ഒരു മതേതര ബംഗാളി ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമി ഇപ്പോഴുള്ളൊരു സംഘടനയെ അംഗീകരിക്കാൻ പറ്റില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ പക്ക സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക രീതിയിൽ മാത്രം ശരിയ അധിഷ്ഠിതമായിട്ട് ഭരണം വേണമെന്ന് വാദിക്കുന്നവരാണ്. ജമാഅത്ത് ഇസ്ലാമി എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഇതിപ്പോൾ നമ്മളെ ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമി പറ്റിക്കുന്നുള്ളൂ. അവരിപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദായിട്ട് ഇവിടെ പതുങ്ങിയിരിക്കുന്നുള്ളൂ. അവർ പാകിസ്ഥാനിൽ എത്തുമ്പോൾ അവരുടെ വിശ്വരൂപം പുറത്തെടുക്കും. ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുകയായിരുന്നു ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് രംഗ്പൂർ, കുൽന, രാജഷാഹി ഡിവിഷനുകളിലൊക്കെ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ പല മേഖലകളിലും, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് കൂടുതൽ MP-മാരെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ബംഗ്ലാദേശിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അർബൻ വോട്ടേഴ്സൊക്കെ പൂർണ്ണമായും ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയവാദികളെ കൈയൊഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത് അവർക്കൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം അവർ അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ് ഇത്തരം ടേൺ അറൗണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ BNP വളരെ മികച്ച പാർട്ടിയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവാമി ലീഗിനെ കമ്പയർ ചെയ്യുമ്പോൾ BNP ഇന്ത്യ അനുകൂല നിലപാടൊന്നുമല്ല സ്വീകരിച്ചിരുന്നത്. സിയാവുർ റഹ്മാന്റെ പാർട്ടിയാണ്, അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വർഷങ്ങളോളം പിന്നീട് ആ പാർട്ടി കൊണ്ടുപോയത്. അവർ ഈ അടുത്ത കാലത്ത് ഡിസംബറിൽ മരിച്ചു, ബീഗം ഖാലിദാസി. അപ്പോൾ ഖാലിദാസിയുടെ മകൻ പുറത്തുനിന്ന് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ചാണ് എത്തിയത്. പക്ഷെ ആ വന്ന ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. പിന്നെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ലെസർ ഇവിൽ എന്നൊക്കെ പറയില്ല, അതായത് തമ്മിൽ ഭേദം തൊമ്മൻ, ആ രീതിയിലാണ് ഇപ്പം BNPക്ക് പല ആളുകളും വോട്ട് ചെയ്തത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഒരിക്കലും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അതൊരു ഘടകം. അതുകൂടാതെ അവാമി ലീഗിൻ്റെ സപ്പോർട്ടേഴ്സ് വലിയൊരു വിഭാഗം നിവൃത്തി കൊണ്ട് BNPക്ക് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് ചെയ്യാൻ എന്തായാലും അവർക്ക് പറ്റില്ല. ബംഗ്ലാദേശിലെ വനിതകൾക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം അവർ കൃത്യമായിട്ട് തന്നെ ഈ പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, അല്ലെങ്കിൽ ഈ മുന്നണി അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. കാരണം ബംഗ്ലാദേശിൽ സ്ത്രീകൾക്ക് വലിയൊരു റോളുണ്ട് ലേബർ ഫോഴ്സിൽ ഉൾപ്പെടെ. പ്രത്യേകിച്ച് ഈ മൈക്രോ ക്രെഡിറ്റ് സംവിധാനങ്ങൾ, അതുകൂടാതെ വിദ്യാഭ്യാസ മേഖല, ഇതിലെല്ലാം സ്ത്രീകളുടെ പങ്കാളിത്തമൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സംഘടനയെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ ടാക്ടിക്കലായി തന്നെ BNPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് തന്നെ
നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതാണ് ബംഗ്ലാദേശിലുണ്ടായെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പിന്നെ ഇവിടുത്തെ മൗദൂദികളുടെ ഒരു കോമഡി കൂടി പറയാനുണ്ട് ഇതിനൊപ്പം. കാരണം ഈ റിസൾട്ട് വന്നതിന് ശേഷം, ബംഗ്ലാദേശിലെ റിസൾട്ട് വന്നതിന് ശേഷം വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പിന്നെ ഇവിടുത്തെ മൗദൂദികളൊക്കെ. കാരണം അവരെ സംബന്ധിച്ച് അവരെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ മീഡിയ വണ്ണിലൊക്കെ വലിയ സ്റ്റോറീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വീരോചിതമായുള്ള വിജയം, ബംഗ്ലാ ജനതയുടെ ഇതിഹാസ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനും പറയാനൊക്കെ ഇരുന്നതാണ്. ഇപ്പോൾ സി ദാവൂദിൻ്റെ ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ വല്ലാത്തൊരു വിഷമം ഇങ്ങനെ തളം കെട്ടി നിന്നിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. എന്തായാലും നന്നായി, കാരണം ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരാത്ത നന്നായി എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പൊക്കെ ഇടുന്ന കണ്ട്. അതായത് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടെ ഒരു ഓട്ടോ ഇടിച്ച് ആരെങ്കിലും മരിച്ചാൽ പോലും ഇവിടെ സതീശനും ജമാഅത്ത് ഇസ്ലാമിക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടൊക്കെ കൂട്ടി കലർത്തിയിട്ടൊക്കെ എന്തൊക്കെയോ പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നല്ല വിഷമമുണ്ട്. പിന്നെ അതിൽ ഒരു വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ദാവൂദ് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിൽ സംഘടിതമായിട്ട് നടക്കുന്ന ന്യൂനപക്ഷ വേട്ട, ഹിന്ദു വംശഹത്യ, അതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് ലാഘവൽക്കരിച്ചിരിക്കുകയാണ് അയാൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഓട്ടോ ഇടിച്ച് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത്. അതായത് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം, അല്ലെങ്കിൽ അവിടെ ഹിന്ദു വംശഹത്യ നടത്താം, അതൊക്കെ വളരെ ഓക്കെയാണ്. പലസ്തീൻ വിഷയം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ശബ്ദിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഹിന്ദുക്കളുടെ മരണത്തെ വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. കാരണം ഓട്ടോ ഇടിച്ച് മരിച്ചാൽ പോലും ഇവിടെ ഉത്തരം പറയേണ്ടി വരുന്നു. അവിടെ ഓട്ടോ ഇടിച്ചിട്ടല്ല ഹിന്ദുക്കൾ മരിക്കുന്നത്, സംഘടിതമായിട്ട് കൊല്ലുകയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്റർനാഷണൽ മീഡിയ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മൗദൂദികളുടെ ഉള്ളിലിരിപ്പ്. മറ്റൊരു കാര്യം, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരാജയത്തെ ന്യായീകരിക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കേരളത്തിലെ, കൊച്ചു കേരളത്തിലെ മൗദൂദികൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും മറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ വന്നിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ കമൻ്റൊക്കെ ഇടുന്ന കാണാമായിരുന്നു. നല്ലൊരു ഭരണം കിട്ടാനുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തി ബംഗ്ലാ ജനത എന്നൊക്കെയാണ് മൗദൂദികൾ പറയുന്നത്. അതുമാത്രമല്ല, അവർ ന്യായീകരിച്ച് മരിക്കുന്നത് കണ്ടു. വലിയൊരു പെർഫോമൻസ് ആണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യ വിരുദ്ധരായുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്ന സ്ത്രീ വിരുദ്ധരായുള്ള ഹിന്ദു ന്യൂനപക്ഷ വിരുദ്ധരായിട്ടുള്ള ഒരു വലിയ ഒരു വിഭാഗത്തെ, ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി, അവരെയാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ന്യായീകരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെല്ലാം ഒന്നാണ്, ബാക്കിയെല്ലാം വെറും തരികടയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശിൽ ആര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി കൃത്യമായിട്ട് സംരക്ഷിക്കണം, ഇന്ത്യയുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകണം. എന്നാൽ പോലും ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിത, പാകിസ്ഥാൻ അനുകൂലികളായുള്ള ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിത ബംഗ്ലാദേശിനേക്കാൾ ബെറ്റർ BNP ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BNPക്ക് മുമ്പ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. BNP ബീഗം ഖാലിദാസിയ ഭരിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ നിലപാടെന്നൊക്കെ നമുക്കറിയാം. അടിസ്ഥാനപരമായിട്ട് അവർ ഷെയ്ഖ് ഹസീനയെ പോലെ ഒരു ഇന്ത്യ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. 2001-2006 ഭരണകാലത്ത് അവിടെ ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഇൻസർജൻ ഗ്രൂപ്പ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു. അതൊക്കെ അറിയാം. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ താരിഖ് റഹ്മാൻ, അതായത് പുതിയ PM ഡെസിഗ്നേറ്റിനൊന്നും സാധിക്കില്ല. അതുമാത്രമല്ല, താരിഖ് റഹ്മാൻ കമ്പാരിറ്റീവ്ലി വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെയാണ്. അപ്പം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെക്കാൾ എന്തുകൊണ്ടും ഇന്ത്യക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ മാറ്റങ്ങൾ അനുസരിച്ച് വരും. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ജമാഅത്ത് ഇസ്ലാമി പ്രതിപക്ഷമാണ്. അവർ കുത്തിത്തിരിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കും. അവർ ആ കാര്യത്തിൽ പിന്നോട്ടൊന്നും പോകില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുമാത്രമല്ല, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പല മേഖലകളിലും അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലൊക്കെ കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബംഗ്ലാദേശികൾക്ക് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിക്കാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ വലിയ സ്ത്രീവിരുദ്ധരാണ്. അതുകൂടാതെ തന്നെ അവരുടെ ഈ ഇസ്ലാമിക ഭരണം എന്നുള്ളത് ബംഗാളി സ്വത്വം പേറുന്ന ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. പിന്നെ അതുകൂടാതെ തന്നെ 1971 രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണ് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അന്ന് പാകിസ്ഥാൻ പട്ടാളവുമായി ചേർന്ന് അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിച്ചവരാണ് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വംശഹത്യക്ക് ഇരയാക്കിയ ഒരു വലിയ വിഭാഗം കൂടിയാണ് ഈ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതൊന്നും മറക്കാൻ പോകുന്നില്ല. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് മുൻ അമീറിനെ വരെ തൂക്കിലേറ്റിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അമീറിനെ
വരെ. അപ്പം എന്തായിരുന്നു ആ സംഘടന എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരൊരു പ്രതികാരം തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയ. ഷെയ്ഖ് ഹസീനയെ നൈസായിട്ട് അവർ കൃത്യമായിട്ട് കോർണർ ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ മുതലെടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം അവർ നടത്തിയ ഈ പറയുന്ന ജൻസി വിപ്ലവം, അതുകൂടാതെ തന്നെ രാജ്യത്തെ അരക്ഷിതാവസ്ഥ, ഇന്ത്യ വിരുദ്ധത ആളി കത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. ഇതെല്ലാം ജനങ്ങൾ ഇപ്പോൾ എതിർത്ത് തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയൊരു പരാജയം, കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പിടിച്ച് നടക്കുന്നവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണിത്. ആരാണെന്ന് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല.